സ്വർണ്ണപ്പാളി വിവാദം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ചർച്ചയിലേക്ക് വഴിതിരിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ആ വിഷയത്തിലും കൂടെ ആ വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ ഉണ്ടായൊരു പ്രശ്നമല്ല. ഇപ്പോൾ ഉണ്ടായ വിഷയത്തിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശരിയാണെന്ന് പറയും. സ്വർണ്ണപ്പാളി നിറം മങ്ങിപ്പോയി കഴിഞ്ഞ് ചില ഭാഗം അടന്നു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്ത്രികൾ നേരെ ദേവസ്വം ബോർഡിന് കത്ത് കൊടുത്തു. ഇങ്ങനെ സ്വർണ്ണപ്പാളിയുടെ പല ഭാഗം അടന്നിരിക്കുന്നു, ചിലയിടത്ത് മങ്ങൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് റിപ്പയർ ചെയ്യേണ്ട സമയമായി. അപ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു, തന്ത്രിയുടെ കത്ത് മാനിച്ചു. അപ്പോൾ അത് വീണ്ടും അതിൻ്റെ പോയ ഭാഗം പൂശാൻ തീരുമാനിച്ചു, സ്വർണ്ണം പൂശേണ്ടത്. അതുപോലെ ഇളകിപ്പോയത് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഇളക്കിയെടുക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. 1 ദേവസ്വം കമ്മീഷണർ, 2 വിജിലൻസ്, 3 തന്ത്രികൾ, 4 മേൽശാന്തി, 5 ദേവസ്വം ബോർഡുകാർ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി വിങ്, ഇവരെല്ലാം ചേർന്നുള്ള ഒരു സംഘത്തിൻ്റെ സാന്നിധ്യത്തിൽ വീഡിയോ ക്യാമറ വെച്ചാണ് അതെടുത്തുകൊണ്ട് പോകേണ്ടത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ചെയ്യുന്നത്. മുമ്പ് 2019 ഇതുപോലെ തന്നെ ഇത് നന്നാക്കാൻ കൊടുത്തു. അന്ന് നന്നാക്കാൻ കൊടുത്തപ്പോൾ ഈ കാര്യത്തിൽ തിരുവാഭരണത്തിൻ്റെ കമ്മീഷണറെ അറിയിച്ചില്ലെന്നും അതിലെ സ്പോൺസർ മാത്രമാണത് കൊടുത്തുന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. അത് സംബന്ധിച്ച് കോടതി അത് പരിശോധിക്കാൻ പറ്റുന്നൊരു ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന 30-ാം തീയതിക്ക് ആ കേസ് വീണ്ടും വെച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡിന് തന്നെ വിജിലൻസ് SP ആണ്. അത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ സംഭവം അല്ലാതെ 2019 ഈ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഓക്കെ.